നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ലോ സ്പീഡ് മോട്ടറിൻ്റെ ഇൻസൈഡ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 4 പോളാണ്, സിംഗിൾ ഫേസിലെ 4 പോളാണ്. അപ്പം ഓരോ പോളിന് സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും വെച്ചിട്ടുണ്ടാവും. 4 സെറ്റാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് ആദ്യത്തെ ഇതിൻ്റെ ഒരു വയർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലീഡ് കണക്ഷൻ വെച്ചു. രണ്ടാമത്തേൻ്റെ ആദ്യത്തേൻ്റെ തന്നെ ഫിനിഷിങ്ങും അടുത്ത സെറ്റിൻ്റെ ഫിനിഷിങ്ങും നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ വരുന്ന സ്റ്റാർട്ടിങ്ങും അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ്ങും നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു ഓൾറെഡി. മൂന്നാമത്തേൻ്റെ ഫിനിഷിങ്ങും നാലാമത്തേൻ്റെ ഫിനിഷിങ്ങും നമ്മൾ ജോയിൻ ചെയ്തു. നാലാമത്തേൻ്റെ സ്റ്റാർട്ടിങ് ലീഡ് ഇട്ടു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി 1 by 1 ആയിട്ട് നമ്മൾ ജോയിൻ്റ് അടിച്ച് പോയാൽ മതി. സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലും അതുപോലെ തന്നെ അടിച്ചതിൻ്റെ ഒരെണ്ണം ഉള്ളിൽ വരുന്ന ഒരെണ്ണമാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ്. ഒരെണ്ണം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലീഡ് നമ്മൾ ഒരെണ്ണത്തെ സ്റ്റാർട്ടിങ് ലീഡ് വെച്ചു. അടുത്തതിൻ്റെ ഫിനിഷിങ് എടുത്തു. അടുത്ത സെറ്റിൻ്റെ ഫിനിഷിങ്ങുമായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം ആ സെറ്റിൻ്റെ തന്നെ സ്റ്റാർട്ടിങ്ങും അതിന് തൊട്ടടുത്ത സെറ്റിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ ലാസ്റ്റത്തെ മൂന്നാമത്തെ നാലാമത്തെ തമ്മിലുള്ള കോയിലിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ജോയിൻ ചെയ്തു. ഫിനിഷിങ് ജോയിൻ ചെയ്തു. സ്റ്റാർട്ടിങ് ലീഡ് ഇട്ടു. അങ്ങനെ മൊത്തം നമുക്ക് 4 വയർ പുറത്തേക്ക് വരും. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വൈൻഡിങ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴി നമ്മൾ സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിനെ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി, ഒരു പ്രോസസ്സും കൂടെ സിംഗിൾ ഫേസ് മോട്ടറിൽ വേറെ മോട്ടറിൽ ഇങ്ങനെ നടക്കാറുണ്ട്. അത് നമുക്ക് അടുത്ത് നോക്കാം, കുഴപ്പമില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 4 ലീഡ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന പുറമേ കാണുന്നതാണ് റണ്ണിങ് വൈൻഡിങ്ങും, ഉള്ളിൽ ആ പേപ്പറിൻ്റെ ഉള്ളിൽ കാണുന്നത് ഗോൾഡൻ കളറിലുള്ളത് സ്റ്റാർട്ടിങ് വൈൻഡിങ്ങുമാണ്. അപ്പം നമുക്ക് സാധാരണ സിംഗിൾ ഫേസ് മോട്ടറിൽ 2 സെറ്റാണ് മോഡൽ. സ്റ്റാർട്ടിങ്ങിന് 2, റണ്ണിങ്ങിന് 2. ഇതിനകത്ത് 4 സെറ്റ് കോയിൽ വരും. പോളുകളുടെ എണ്ണം കൂടുന്തോറും സ്പീഡ് കുറയും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇത് 4 സെറ്റ് കോയിലാണ് വരുന്നത്. അപ്പോൾ 4 സെറ്റിൻ്റെ ആദ്യത്തെ കോയിലിൻ്റെ സ്റ്റാർട്ടിങ് ലീഡ് നമ്മൾ ലീഡായിട്ട് എടുത്തു. അതിൻ്റെ തന്നെ സ്റ്റാർട്ടിങ് ലീഡ് നമ്മൾ ഫസ്റ്റ് ലീഡായിട്ട് എടുത്തു. അതിൻ്റെ ഫിനിഷിങ് ലീഡും അതിൻ്റെ തൊട്ടടുത്തുള്ളതിന് ഫിനിഷിങ് ലീഡും ഫിനിഷിങ് ലീഡ് ഇതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിനിഷിങ് ലീഡ് നമ്മൾ സോൾഡർ ചെയ്ത് ജോയിൻ ചെയ്തു. അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിങ് കോയിലും തൊട്ടടുത്തതിൻ്റെ സ്റ്റാർട്ടിങ് കോയിലും നമ്മൾ ജോയിൻ ചെയ്തു. പിന്നെ അടുത്ത സെറ്റിൻ്റെ ഫിനിഷിങ് കോയിലും തൊട്ടടുത്ത് തന്നെ എൻ്റെ ഫിനിഷിങ് കോയിലും നമ്മൾ ജോയിൻ ചെയ്തു. ബാലൻസ് വരുന്നതെന്ന് ലീഡായിട്ട് കൊടുത്തു. അതാണ് റണ്ണിങ് കോയിലിൻ്റെ. സ്റ്റാർട്ടിങ് കോയിൽ അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ലീഡ് നമ്മൾ ഇതായിട്ട് എടുത്തു. ഫിനിഷിങ് ലീഡ് അടുത്തതിൻ്റെ ഫിനിഷിങ് ലീഡ് ജോയിൻ ചെയ്തു. അടുത്തതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ജോയിൻ ചെയ്തു. ഫിനിഷിങ്ങും തമ്മിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം വരുന്നത് ലീഡായിട്ട് എടുത്തു. ഇതാണിങ്ങനെ സിംഗിൾ ഫേസ് മോട്ടറിൽ, വേറെ മോട്ടറിൽ 1400 RPM ഉള്ള 4 പോൾ മോട്ടറിൽ സാധാരണയുള്ള കണക്ഷൻ. എന്നിട്ട് നമ്മളിതിന് ചെയ്തതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സോൾഡർ ചെയ്ത് അതിനെ സ്ലീവ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. സോൾഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ഇത് ക്ലാവ് പിടിച്ച് കുറച്ച് ഒരു ക്ലാവിൻ്റെ ഒരു ഫോം അതിനകത്തുണ്ടായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോൾഡർ ചെയ്തിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യാം. 1400 RPMൻ്റെ ഈ സ്ലോ സ്പീഡ് മോട്ടർ ഉപയോഗിക്കുന്നത് ബെൽറ്റ് ഉപയോഗിച്ച് പുള്ളി കണക്ട് ചെയ്തിട്ട് കംപ്രസർ അങ്ങനെയുള്ള മെഷീനറികളിലേക്കാണ്. അപ്പം ഇതിൻ്റെ മെയിൻ കണക്ഷൻ ഇൻസൈഡ് കണക്ഷനിലേക്കാണ് നമ്മൾ അത് കണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അറിയില്ലാത്ത കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു.